ഇപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഖത്തറിൽ ജസീൽ. അവൻ്റെ വീട് കൊയിലാണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ വീട്ടിലൊന്ന് പോകേണ്ട അർജൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഏതായാലും വിശദമായിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ താമരശ്ശേരി കഴിഞ്ഞ് ഇപ്പോൾ ബാലുശ്ശേരി എത്താൻ അപ്പോൾ കൊയിലാണ്ടി കൊല്ലം. ഈ കൊല്ലം നമുക്കറിയാം, കൊല്ലം ഫേമസ് ആയത് നമ്മുടെ ഷാഫി കൊല്ലം ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീഡിയകളിലൊക്കെ പബ്ലിസിറ്റി ആയ ഒരു പേരാണ് കൊല്ലം. അപ്പോൾ പലരും കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കല്ലാത്തൊരു മെയിനായിട്ടുള്ളൊരു കൊല്ലമുണ്ട് ജില്ല, അതായിട്ടാണ് ചിലരൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ആ കൊല്ലല്ല, ഇത് കൊയിലാണ്ടി കൊല്ലാണ്. അപ്പോൾ ആ കൊല്ലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ ബാലുശ്ശേരി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ഷാഫിഖാൻ്റെ, നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിഖാൻ്റെ നാട്ടിലൂടെ ഞാൻ പാസ് ചെയ്യും. അപ്പോൾ ഷാഫിഖാൻ്റെ വീട്ടിൽ പോകാൻ എനിക്കിപ്പോൾ നേരമില്ല, കാരണം ഞാനൊരു അർജൻറ്റായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഷാഫിഖ അവിടെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാലുശ്ശേരി ടൗണാണ്. ബാലുശ്ശേരി ടൗണിലാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ്. നല്ല സെറ്റപ്പ് തന്നെയാണ്. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ബാലുശ്ശേരി സ്റ്റാൻഡ്. ഇങ്ങനെ അല്ലായിരുന്നു, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കൊണ്ട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ഉള്ളിയേരി എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഉള്ളിയേരി. ഇത് നമ്മളെ നാദാപുരം റൂട്ടാണ്. ഇങ്ങനെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് കൊയിലാണ്ടിയിലേക്ക് എത്താം. കൊയിലാണ്ടി എന്ന് വേണമെങ്കിൽ നാദാപുരത്തേക്ക് പോവാം, വടകരയ്ക്ക് പോവാം, അതിലെ പോയി കഴിഞ്ഞാലും പോവാം. അതുപോലെ ഇവിടുത്തെ സ്റ്റാൻഡാണ് ഈ കാണുന്ന സ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് ഉള്ളിയേരി. അപ്പോൾ ബാലുശ്ശേരിൻ്റെ അത്രക്കൊരു തിക്കും തിരക്കോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അത്ര സെറ്റപ്പുള്ള ഒരു ടൗണല്ല നമ്മുടെ ഉള്ളിയേരി. അങ്ങനെ നമ്മൾ താമരശ്ശേരി കഴിഞ്ഞ് ബാലുശ്ശേരി കഴിഞ്ഞ് ഉള്ളിയേരി കഴിഞ്ഞ് ഇനി നമുക്ക് എവിടെയാണ്? കൊയിലാണ്ടി. ഇനി നമ്മൾ നേരെ കൊയിലാണ്ടിയിലേക്കാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊയിലാണ്ടിയിൽ നിന്ന് കാണാം. ഓക്കെ, കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പ് അതിമനോഹരമായിട്ടൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതൊരു കായലാണ്. കണയങ്കോട് പാലം നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതിമനോഹരമായിട്ട് പെയിന്റ് അടിച്ച് മൊഞ്ചത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണയങ്കോട് പാലം. അതായത് കൊയിലാണ്ടി നമ്മൾ ബാലുശ്ശേരി കഴിഞ്ഞ് ഉള്ളിയേരി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു പാലാണ്. മനോഹരമായ വിശാലമായിട്ടുള്ള, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ ചൂണ്ടലിടാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ അടിപൊളി മീൻ കിട്ടും. നമ്മൾ കൊയിലാണ്ടിക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ കൊയിലാണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോവില്ല. നമ്മൾ ഹൈവേയിൽ കൂടെ തന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തിരിക്കും. അതുകൊണ്ട് അവിടെ ഇവിടെ പോകാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊയിലാണ്ടി ഹാർബറിലൊക്കെ ഇതുപോലെ തന്നെ ചൂണ്ടലിടാൻ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരും. കൊയിലാണ്ടിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. നമ്മളിപ്പോൾ തിരിച്ചൊക്കെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ റോഡ് സൈഡിലൊക്കെ ഈ കായലിലുള്ള മീൻ ഉണ്ടാവും, നല്ല മീൻ ഉണ്ടാവും, നാടൻ മീൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പിന്നെ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ തന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഫ്രഷ് മീനായിട്ട് അവിടെ ഉണ്ടാവും. ഒരു
പിന്നെ അതുപോലെ തന്നെ നല്ല കക്ക, പിന്നെ കൊഞ്ചൻ ഐറ്റംസ് കിട്ടും, പിന്നെ ഞണ്ട്, അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു റൂട്ട്, നമ്മൾ ഈ പോകുന്ന റൂട്ട്. അപ്പോൾ കൊയിലാണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ എന്നാണ് നമുക്ക് കൊയിലാണ്ടി. ഒന്ന് നമ്മുടെ പാറപ്പള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊയിലാണ്ടി. മുത്ത് ഷാഫി കൊല്ലം ഉള്ള ഒരു നാടാണ് കൊയിലാണ്ടി. പാറപ്പള്ളി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം. പ്രസിദ്ധമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് പാറപ്പള്ളി. അതുപോലെ തന്നെ നമ്മുടെ ആദം നബിയുടെ കാൽപാദം സ്പർശിച്ച ഒരു പാറയുണ്ട് അവിടെ, അത് ഈ പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതാണ് പാറപ്പള്ളി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോമ്പിനൊക്കെ പോകാറുള്ള ഒരു, കൊല്ലത്തിലും പോകാറുള്ള ഒരു സ്ഥലമാണ് പാറപ്പള്ളി. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ വരും നമ്മുടെ ഷാഫിഖാൻ്റെ ഒക്കെ വീട്, അവിടെ അടുത്ത് തന്നെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൊല്ലം. ബീച്ചുകളും പാറപ്പള്ളിയും അതുപോലെ തന്നെ ഷാഫി കൊല്ലവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു നാടറിയപ്പെട്ട കൊയിലാണ്ടി. ഇപ്പോഴൊക്കെ കൊയിലാണ്ടി ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ടത്തെ കൊയിലാണ്ടി ഒന്നും അല്ല, കാരണം പഴയ സ്റ്റാൻഡ് പോക്കി, അതുപോലെ പുതിയ സ്റ്റാൻഡ് വന്ന്, അതുപോലെ പാലങ്ങൾ, പുതിയതായിട്ട് പാലങ്ങൾ ഡയറക്റ്റ് നമ്മൾ റെയിൽവേ കഴിഞ്ഞിട്ട്, അതായിരുന്നു ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നത്. റെയിലിൻ്റെ ആ ഒരു സ്റ്റോപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊയിലാണ്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല മീൻ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല മീനുകളുള്ള സ്ഥലമാണ്. നല്ല അതൊക്കെ ഫ്രഷ് മീനായിരിക്കും. അന്ന് ടോളൊന്നുമില്ല, ഇപ്പോൾ ടോളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ഗേറ്റ് ഉണ്ടാവും, അവിടെയൊക്കെ നിന്ന് നമ്മൾ പിന്നെ ട്രെയിനൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ അങ്ങോട്ട് ആസ്വദിച്ച് പോകാറായിരുന്നു. ഇപ്പോൾ ഇവിടെ അതിന് പകരം വന്നത് ഈ ഒരു ഗേറ്റാണ്. ഇത് നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇല്ലാന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പോവാറ്, ഇപ്പോൾ ആരുമില്ല, അത് ഓപ്പണല്ല. അപ്പോൾ ഇതാണ് ആ പുതിയ പാലം. അന്ന് നമ്മൾ പോവാറ് സ്ട്രൈറ്റ് പോയിട്ട് റെയിൽവേ ഗേറ്റൊക്കെ കടന്നിട്ട് അങ്ങനെ പോകുന്നത്, അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ട്രെയിനൊക്കെ ഒന്ന് കാണാമല്ലോ. ഇപ്പോൾ ട്രെയിന് നമുക്ക് കാണണമെങ്കിൽ ഇതാ ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് പോകാം. ഇതൊന്ന് ഡയറക്റ്റ് വടകര അങ്ങനെ പോകുന്ന റോഡാണ്, ഹൈവേയിലേക്ക് ടച്ച് ചെയ്യുന്നതാണ്. നമുക്ക് പോകേണ്ടത് പിന്നെ ഇതിലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് എടുത്ത്, ഇപ്പോൾ പുതിയൊരു പാലമാണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ തൊട്ട് മുകളിലാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊയിലാണ്ടി. നേരെ നമ്മൾ കൊയിലാണ്ടിലേക്കാണ് എത്തുന്നത്, കൊയിലാണ്ടി സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇല്ലേ, വിശാലമായിട്ടുള്ള നമ്മൾ ഏകദേശം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ മോഡലായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അടിപൊളി സ്റ്റാൻഡ്. ഇതാണ് കൊയിലാണ്ടി. പോകേണ്ടത് പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടി വരും ഒരു സമയം. ഇതിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡിലൂടെ പോകണം, ഡയറക്റ്റായിരുന്നു നമുക്ക് പോകേണ്ടത്. എന്തോ റോഡ് പണി എന്തോ കാരണം കൊണ്ടായിരിക്കാം നമുക്ക് ഇതിലൂടെ പോകണം. ഇതിലൂടെ ഒന്ന് പോയി നോക്കണം. ഇതാണ് പ്രസിദ്ധമായ കൊയിലാണ്ടി. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. തൽക്കാലം ഫോണ് താഴ്ത്തി വെക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. ഇവിടെ ആയിരുന്നു പഴയ സ്റ്റാൻഡ്. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ എല്ലാം കൂടിയും എന്ത് ചെയ്ത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ എന്താ വരുന്നത് നമുക്കറിയില്ല. ഇതായിരുന്നു പഴയ സ്റ്റാൻഡ്. ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, അടിപൊളി സ്റ്റേഡിയമാണ്. അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പാട്ടിൻ്റെ മേഖലയുള്ളവർക്കൊക്കെ അറിയാം ലിജിത്തേട്ടന അല്ല അറിയാത്തവർ പാട്ടിൻ്റെ മേഖല വളരെ കുറവായിരിക്കും. കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, പിന്നെ ഓർക്കസ്ട്രേഷൻ, അതുപോലെ തന്നെ മിക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ലിജിത്തേട്ടന്. അപ്പോൾ ആ ലിജിത്തേട്ടൻ്റെ ഒരു സ്റ്റുഡിയോ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് റൈറ്റ് പോയിട്ടാണ് ലിജിത്തേട്ടൻ്റെ സ്റ്റുഡിയോ. ഈ തിയേറ്ററിൻ്റെ അടുത്ത് കൂടി പോയിട്ടാണ്, ഇതിൻ്റെ തിയേറ്ററിൻ്റെ പുറകിലാണുള്ളത്.
അപ്പോൾ കൊയിലാണ്ടി തന്നെയാണ്. നല്ല ബ്ലോക്ക് കാരണം വലിയ തേട്ടന് ഇവിടെയാണ് കൊയിലാണ്ടി. അപ്പോൾ നമുക്കിനി നേരെ പിടിക്കാനുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തിക്കോടിയാണ്. അപ്പോൾ നമ്മൾ കൊല്ലം ഷഫീഖാൻ്റെ നാടായ കൊല്ലം ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തിക്കോടിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ആ കൊല്ലം ഒന്ന് കാണാം. ഓക്കെ, ഈ കൊല്ലത്തിലോട്ടാണ് യാത്ര. ഇതാണ് നമ്മുടെ ഷാഫി കൊല്ലത്തിൻ്റെ നാടായ കൊല്ലം, അല്ലാതെ നമ്മുടെ മറ്റേ കൊല്ലമല്ല. കുഴപ്പമില്ലാത്ത നമ്മുടെ കുളത്തായിയെ പോലെ ഒക്കെ ഉള്ള ഒരു ടൗണാണ്. കൊല്ലത്ത് ഒരുപാട് പ്രത്യേകത, പിന്നെ പറപ്പള്ളിയെ പോലൊക്കെ തന്നെ പ്രസിദ്ധമായ ഹിന്ദു പാശാരിക്കാവ് ക്ഷേത്രം. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണ്. അപ്പോൾ നല്ല മതസൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊല്ലം. നമുക്ക് ഷാഫിക്കാരുടെ പല ഇൻ്റർവ്യൂവിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹിന്ദു മുസ്ലിം ഒരു വേർതിരിവില്ലാതെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൊല്ലം. ഇവിടെ ഒരുപാട് അമ്പലങ്ങളും നല്ല പ്രസിദ്ധമായ പള്ളികളും പിന്നെ ഒക്കെ ഉള്ള ഒരു നാടും കൂടിയാണ് കൊല്ലം. അപ്പോൾ ഈ കഴിഞ്ഞതാണ് നമ്മുടെ കൊല്ലം. ഇത്ര വലിയൊരു കുളം ഇപ്പോൾ അടുത്തൊന്നും നമ്മുടെ ഈ പ്രദേശത്ത് എവിടെ ഇല്ല. എൻ്റെ ഒരു അറിവിൽ ഈ പ്രദേശത്ത് എവിടെ ഇല്ല. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കൊല്ലം. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.